ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നവർക്കൊക്കെ നല്ല റോഡായിരിക്കും. പിന്നെ ആനയൊക്കെ അടിച്ചു, ആനയൊക്കെ കേറോ? മിക്കവാറും ഇന്ന് ഇവിടെ പെടും കേട്ടോ. ഇന്നിവിടെ പെടാൻ സാധ്യതയുണ്ട്. ആ ഹായ് 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 ചെങ്ങന്മാരല്ലേ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ ചെങ്ങന്മാരെ, ഞങ്ങൾ ഇന്നലെ എന്താ പറയുക, ഈ ലോഹിത് റിവറിൻ്റെ സൈഡിൽ തന്നെ കിടന്നുകൊണ്ടേ കൊടും തണുപ്പിലാണ് കിടന്നത്. നല്ല തണുപ്പാണ്. ഇപ്പോഴും തണുപ്പ് വല്ലാതൊന്നും പോയില്ല അല്ലേ. നമ്മളെ കൂമനുണ്ട് ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരെ ഈ വണ്ടി വരുള്ളൂ, വണ്ടി പോവുള്ളൂ. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അതായത് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് നമുക്ക് ചൈനയുടെ ബോർഡറിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ചൈനയുടെ നമ്മുടെ ഇന്ത്യ ചൈന ബോർഡറിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് പോകണം. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾക്ക് അടുത്ത് നമ്മൾ പോകുന്ന വഴി ഇന്നലെ രാത്രി കണ്ടില്ല നിങ്ങൾ. ഇവിടെ ഉണ്ടെങ്കിൽ ഈ നേരത്തെ കൂടി സൂര്യനില്ല, സൂര്യൻ ഉദിച്ചാണ്, വെളിച്ചം മാത്രമേ ഉള്ളൂ. അതായത് സൂര്യരശ്മികളായിട്ടൊന്നും ഇവിടേക്കൊന്നും വന്നിട്ടില്ല. അപ്പം ആ മലമക്കളൊക്കെ അതിലൊക്കെ ഇങ്ങനെ അവിടെ മഞ്ഞുമല കാണാം. അവിടെ അത് കാണുന്ന മഞ്ഞുമലയാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതാണ്ട ഇവിടെ ഈ 2 ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകൾക്ക്, ഈ ഗ്രാമത്തിലെ ആളുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ ഒരു തൂക്കുപാലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പഴയതുകൊണ്ട് പുതിയതുണ്ട്. പുതിയമ്പലാണ് ഇപ്പോൾ അവർ പോണത്. പിന്നെ ഇതൊരു പഴയൊരു പാലമായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത്. ഇതിലിപ്പോൾ ഇത് വണ്ടി വരെ പോയിരുന്നു എന്നൊക്കെ തോന്നുന്നു. അതാവും ഇങ്ങനെ ഇന്നലെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടാണ് കിടന്നത്. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇവിടെ അധികം ആളുകളൊന്നും ഇല്ലാത്തൊരു ഗ്രാമമാട്ടോ, ചെറിയൊരു ഗ്രാമം. ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ രാവിലെ നേരത്തെ ഒരു 6-6:30 ആകുമ്പോൾ ഒരു വലിയൊരു ടിപ്പർ വന്നു, അതുപോലത്തെ ഒരു വണ്ടി. ആ ഒരു വണ്ടിയിൽ ഒരെല്ലാവരും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ കയറിപ്പോയി. ഒരു ജോലിക്ക് പോയി അല്ലേ. ഒരു റോഡ് പണിയാണെന്നൊക്കെ തോന്നുന്നു. ഏതായാലും നമ്മൾ പറഞ്ഞതൊക്കെ റോഡ് പണിയാണല്ലോ. നമ്മളെന്തായാലും ഇവിടുന്ന് നേരെ ഇനി ഫസ്റ്റ് കിബുത്തൂരിലേക്ക് ഇവിടുന്ന് 10 കിലോമീറ്ററാണ്. 10 കിലോമീറ്റർ കിബുത്ത് എടുത്തിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. പോയിട്ട് നമുക്ക് നേരെ ചൈന ബോർഡറും കൂടി, ചൈനൻ്റെ ബോർഡർ വരെ നമുക്ക് ബോർഡർ ഏരിയ വരെ പോയിട്ട് നമുക്കിന്ന് ഇവിടുന്ന് തിരിക്കണോ വേണ്ടെന്നുള്ളത് പിന്നെ ആലോചിക്കാം അല്ലേ. എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യുക, ഒന്നും മറക്കരുത്. നിങ്ങളെന്തായാലും വീഡിയോ നിങ്ങൾ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ലൈക്ക് മതി. ലൈക്ക് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് ചെല്ലുന്നതാണ്. അപ്പോൾ കമൻറ്റിൽ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ലല്ലോ. നമ്മളെന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാം ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നായിരിക്കും എല്ലാവരും അഭിപ്രായപ്പെടുക. വ്യത്യസ്തത എന്താണ്? വ്യത്യസ്തമായിട്ട് നമ്മളെങ്ങനെ ചെയ്യും? ഞങ്ങൾ ട്രാവലിംഗ് അല്ലേ, വാൻ ലൈഫായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് ഇപ്പോൾ സാധ്യമല്ല അല്ലേ. പക്ഷേങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അല്ലടാ. പിന്നെ ഇറങ്ങല്ലേ. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാല് പലോങ്. നമ്മൾ ഇവിടുന്നാണ് ഇന്നലെ തിരിഞ്ഞത്. ഇവിടുന്ന് ഇറങ്ങിയതായത് കണ്ടാ, ഈസ്റ്റേൺ മോസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ. നമ്മള് താഴത്തേക്കാ പോയത്. അതിന് ഡിച്ചുവിലേക്കും 12 കിലോമീറ്റർ കാണിക്കണം. പക്ഷേങ്കിൽ ഈ 12 കിലോമീറ്റർ അതിലെ ഇവിടേക്ക് പോകാൻ വേണ്ടി കഴിയില്ല നമുക്ക്. ഈ പറഞ്ഞ അത്ര തന്നെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ആ പാലൊക്കെ പിന്നെ അല്ലെങ്കിൽ തൂക്കുപാലം കയറി ഇറങ്ങിട്ട് നടന്ന് ട്രക്കിങ്ങിൽ പോകണ്ടേ. പക്ഷേങ്കിൽ പോവാനുള്ള വഴി ഉണ്ട്, നമ്മള് കണ്ടുപിടിക്കണം. എവിടെയെന്ന് അറിയില്ല. നമ്മളെ വണ്ടിന്റെ ക്ലച്ചിന് എന്താ പറ്റിയാണ്. അപ്പോ അത് നോക്കണം. രാത്രി ഇതിലെ പോവാത്ത നന്നായിട്ടാ. ഇവിടെ റോഡെന്താ അവസ്ഥ ആവട്ടാ. ചെങ്ങന്മാരെ, ഞങ്ങളങ്ങനെ കിബിത്തുവിലേക്ക്, അതായത് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഒരു ഗേറ്റ് കാരണം നമ്മുടെ കൂമൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ആർമി ക്യാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഇവിടെ 2 പേരുണ്ട്, 2 സാർമാർ നമ്മുടെ അടുത്തുണ്ട്. പക്ഷേങ്കിൽ അവർക്ക് വീഡിയോയിൽ വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് നല്ല സംസാരിച്ചു കാര്യങ്ങളൊക്കെ. ആ കാണുന്ന അവിടെയാണ്, അതാണ് ചൈന. ഇത് ഫുള്ള് നമ്മളത് അല്ലേ. അവിടെ ആ കാണുന്ന ആ വെള്ള കാണുന്ന അത് ചൈനയാണ്. ഇത് ഫുള്ള് നമ്മളതാണ്. ഇവിടെ ഇത് ഇവരുടെ ആർമിയുടെ ഒരു ക്യാമ്പ് കാര്യങ്ങളൊക്കെ മേലുണ്ട്. നമ്മൾ മൊത്തത്തിൽ നമ്മൾ കാണിക്കില്ല. അവർ കാണിച്ചോളി എന്നൊക്കെ പറഞ്ഞു. പ്രശ്നമല്ല, നിങ്ങൾ കാണിച്ചോളി, വീഡിയോ ചെയ്തോളി, യാതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും സുരക്ഷ, നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളിലോ പോയിന്റുകൾക്ക്, അതായത് എന്തെങ്കിലുമൊക്കെ ഒരു കൂടെ ആരെല്ലാം ഒപ്പിക്കുകയാണെങ്കിൽ അത്
നമുക്കും നമ്മുടെ രാജ്യത്തിനും ഒക്കെ ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കണം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ മലയാളി ജവാന്മാർ, മലയാളി മിലിറ്ററി ഉദ്യോഗസ്ഥർ ഇവിടെ ഒരുപാട് പേരുണ്ട് എന്നാണ് ഒരു ആന്ധ്രയിലുള്ള ഒരു സാറിൻ്റെ ഇവിടെ. അപ്പോൾ ആ സാറ് പറഞ്ഞു ഇവിടെ മലയാളികളുണ്ടല്ലോ, മൂപ്പർക്ക് തമിഴ് അറിയാം കേട്ടോ, അദ്ദേഹത്തിന് തമിഴ് അറിയാം. അപ്പോൾ ആ സാറ് പറഞ്ഞു ഇവിടെ മലയാളികളുണ്ട്, അവരെയൊക്കെ കാണണം, മേലെ ഞങ്ങളെ ബേക്കറി കാര്യമൊക്കെ ഉണ്ട്, അവിടേക്ക് ഒന്ന് പോയി നോക്കും, അവിടെയൊക്കെ വീഡിയോ ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. എന്താ പറയുക, മിലിറ്ററി ആളുകളുണ്ടല്ലോ സാറന്മാർ മൊത്തമാണ് ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ ഞങ്ങൾ വന്നു, ചായ ഇല്ലായിരുന്നു, ചായ ഉണ്ട്, ചൂടാറിയിരിക്കുന്നു, വെള്ളമുണ്ട്, അതെന്താണ് തണുപ്പാണ്, പക്ഷെ എന്നാലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. ഞാനൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ്. ഏതായാലും ഇവിടെ അങ്ങ് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് അത് വേറെ തന്നെ കേട്ടോ. ഓ, പിന്നെ ഇവിടെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്താ വെച്ചാൽ നമ്മുടെ ബിപിൻ റാവത്ത്, അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു ഒരു ഹെലികോപ്റ്റർ ക്രാഷിൽ നമ്മുടെ ഊട്ടിയിലെ കൂനൂരിൽ വെച്ചിട്ട് മരണപ്പെട്ടു എന്നൊക്കെ നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാതെ തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണാർത്ഥമുള്ളൊരു ബോർഡാണത്. ഈ ഒരു ഭാഗത്തേക്കുള്ള റോഡ് കാര്യങ്ങളൊക്കെ അന്നത്തെ ജനറലായിരുന്ന അദ്ദേഹമായിരുന്നു അതിൻ്റെ നേതൃത്വമൊക്കെ വഹിച്ചിരുന്നത്. ഏതായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇവിടുന്ന് മേലേക്ക് നമുക്ക് കുറച്ചുകൂടി മേലേക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങോട്ട് മേലേക്ക് കിബിത്തുവിലേക്ക്, ശരിക്കുള്ള കിബിത്തുവിലേക്ക് അവിടെ ഇറങ്ങി ചെല്ലാൻ വേണ്ടി പോവാണ്. എന്താ അവിടുത്തെ കാഴ്ച നോക്കാലോ. ഇവിടെ എവിടെയോ അവരുടെ ഒരു ബേക്കറി എന്തോ ഉണ്ട് നല്ല പറഞ്ഞേ. അപ്പൊ അത് അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാട്ടാ. വെൽക്കം ടു കിബിത്തു. അങ്ങനെ കിബിത്തു വില്ലേജിൽ ഞങ്ങളിങ്ങനെ ഉലാത്തുകയാണ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇവിടുത്തെ വീടുകൾ, ഇവിടുത്തെ ഗ്രാമീണർ, അവരുടെ ജീവിതം ഒക്കെ ആർമിയായിട്ട് കലർന്ന് കിടക്കുന്ന ജീവിതമാണ് അവരുടെ അല്ലേ. ഇവിടെ എവിടെയാണ് ഇവരുടെ ഒരു ബേക്കറി, പക്ഷെങ്കിൽ അത് പൂട്ടി ഇന്ന് ഓഫാണെന്ന് പറയുന്നത്. അങ്ങനെ എന്തോ ആണ്. ഇതെന്താ ഇതല്ലേ, ഇതങ്ങനെ എന്തോ ആണല്ലേ ബേക്കറിയില്. അങ്ങനെ ഒരു ചെറിയൊരു വില്ലേജാണ്. എന്നാൽ പിന്നെ അത്യാവശ്യം ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വീടുകളാണ് കഴിച്ചതൊക്കെ. ഏതൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ എന്ന് പറയുന്നത്? ഫുള്ള് മരങ്ങളാണ്, പിന്നെ ഷീറ്റ് മേലെ അങ്ങനെയൊക്കെ ഉള്ളതാണ്. കഫേ, ഇതാണ് കഫേ അല്ലേ. ഇതും കഴിഞ്ഞാണ് നമ്മൾ പോയത്. ഇതാണ് ബേക്കറി, ഇതാണ് കഫേ. നമുക്ക് പറയാ കോഫി കുടിച്ചാലോ, കോഫി കുടിക്കാം. അങ്ങനെ കിബുത്തുവിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ പോരുകയാണ്. ഇത് നമുക്ക് ഇന്ത്യൻ ഫസ്റ്റ് വില്ലേജിലേക്ക് ഫസ്റ്റ് ലാസ്റ്റ് ഒക്കെ തന്നെ അവിടേക്കാണ് നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. അവർക്ക് പോകണമെങ്കിൽ നമുക്ക് ലോകത്ത് പറഞ്ഞ മുറിച്ച് കിടക്കണം. അതിന് പാലം അവിടെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ആ പാലം കണ്ടുപിടിക്കണം. സാറന്മാരതാ പറഞ്ഞത്, പാലുണ്ടാവും, പാലത്തൂടെ പോകാൻ അറിയുന്നത്, അത് കണ്ടുപിടിക്കണം. അത് എവിടെയാണെന്നുള്ളത് ചോദിച്ചു ഒരു പറഞ്ഞു തന്നു, മനസ്സിലായി കുറച്ചൊക്കെ. പോയൊക്കെ തന്നെ അറിയുള്ളൂ. മിക്കവാറും ഇന്ന് ഇവിടെ പെടും കേട്ടോ. ഇന്നിവിടെ പെടാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ മണ്ണ് അതിലൊക്കെ റോഡിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ റോഡ് ബ്ലോക്കാക്കി. ഇനി എപ്പോഴാണ് AM to 12 PM ഓപ്പണിംഗ് ടൈം. ജാങ്കോ നീ അറിഞ്ഞോ? ഞാൻ വിട്ടു. ബ്ലോക്ക് ടൈം AM 12:15. 12:15 വരെ ഇവിടേക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും, ഈ നാട്ടിൽ. ഇവിടെ അല്ല, നമ്മളിനി പോകുന്നത് കഹ വില്ലേജിലേക്കാണ്. അവിടെ നിൽക്കേണ്ടി വരും. അത് വേറെ ഇവിടെ പണിയാണ്, ഹൈവേൻ്റെ പണി. അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടിയും കൊണ്ട് പോക്കടക്കൂല. ആ മലൻ്റെ മേലിൽ നിന്നൊക്കെ കല്ലാണ്ടാ കണ്ടത് പണി നടക്കുകയാണ്. പിന്നെ ഇതിലൊക്കെ പണി നടക്കുന്നുണ്ട്. ഇതിലൊക്കെ മണ്ണ് കല്ല് വന്ന് വീണ്. അങ്ങനെ 12:15 അവർ പറഞ്ഞതുപോലെ തന്നെ കൃത്യം ആ സമയത്താണ് അവർ തുറന്നത്. എല്ലാ വണ്ടികളും കയറി തുടങ്ങി. നമ്മളും അങ്ങനെ പതുക്കെ കയറിക്കൊണ്ട് നിൽക്കണം. പിന്നെ അതിനൊക്കെ വലിയൊരു വിഷയം, 2 വിഷയമുണ്ട് നമുക്ക്. ഒന്ന്, വണ്ടിന്റെ ക്ലച്ച് കമ്മിയായിട്ടുണ്ട്, അത് കൂട്ടിയിട്ട് കിട്ടുന്നില്ല. 2, വണ്ടിന്റെ സോക്കാപ്സർ പൊട്ടി, ബാക്കത്തെ. അപ്പൊ പൊട്ടിട്ട് അങ്ങോട്ട് തൂങ്ങിയാട് പൊട്ടിച്ചാടി. അവിടെ അങ്ങനെ ആടി കച്ചവടം കെട്ടിയിട്ടൊക്കെ ഞങ്ങൾ കയറും. കാണിച്ചാറുണ്ട്. ഞങ്ങളപ്പോ അവിടെ നിന്ന് പോയിട്ട് ഞങ്ങള്
അങ്ങോട്ട് പോകുന്നതാണ്. കാരണം അവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് മിസ്സിങ് പോലെ ചെറിയ ചാട്ടം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ വണ്ടിക്ക് നിലവിലുണ്ട്. ഇതൊക്കെ തീർക്കണമെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് താഴത്തേക്ക് തന്നെ വേണം, എന്നാലേ നല്ല രീതിയിൽ പണിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണിയെടുക്കാണ്ട് വണ്ടിനെ മൊത്തത്തിൽ ഒന്ന് പിടിപ്പിക്കാണ്ട് പണി ഇല്ലാന്നാണെങ്കിൽ നമുക്ക് പണി കിട്ടും. പണി കിട്ടിയിപ്പോ തന്നെ ഇവിടുന്ന് ഇപ്പൊ സോക്കാപ്സർ ഒരു സോക്കാപ്സർ ഇല്ലാതെ നമ്മൾ പോയോണ്ടിരിക്കണേ. വലിയ സ്പീഡിലൊന്നും അല്ല, ഇപ്പൊ ചെറിയ സ്പീഡിൽ അങ്ങനെ നമ്മള് അധീനം എത്തുക എന്നുള്ളത് ഏകദേശം 200-300 കിലോമീറ്റർ നമുക്ക് പോകണം. ഒരു ദിവസം കൊണ്ട് നമ്മൾ എത്തൂല. അപ്പൊ അങ്ങനത്തെ വിഷയമൊക്കെ ഉണ്ട്. ഇപ്പൊ പോണ വഴി റോഡൊക്കെ വളരെ മോശമാണ്. എന്തായി ചെയ്തെന്ന് കണ്ടറിയാം. ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നവർക്കൊക്കെ നല്ല റോഡായിരിക്കും. പിന്നെ നല്ല റോഡാണ്. ടൈം എടുക്കും. ഇവിടുത്തെ പണി വളരെ സ്ലോയിൽ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓവർ ഫാസ്റ്റ്. ഇവിടെ അധികം പൊട്ടിക്കണം, എന്നിട്ട് അതൊക്കെ ഒരു അധികം കാക്കണം. അപ്പൊ ഇതൊക്കെ ഈ മലൊക്കെ പൊട്ടിച്ച് അങ്ങനെയൊക്കെ അല്ലേ, അപ്പൊ ടൈം എടുക്കും. എത്ര വീതിയായിപ്പോ ഇവിടെ നല്ല വീതി ഉണ്ട്. അങ്ങനെ വീതി കൂട്ടി കൊണ്ടുവരണം. എന്നിട്ട് അതൊക്കെ കല്ലൊക്കെ പൊട്ടിക്കാൻ കല്ലൊക്കെ ഒതുക്കി ഒക്കെ റെഡി ആക്കണ്ടേ. നമ്മൾ ഇവിടുന്ന് ഈ പാലം കയറിയിട്ട് എനിക്ക് തോന്നുന്നു താഴത്തേക്കാണ് പോകേണ്ടത്. താഴെ ഭാഗത്തേക്ക് അതിലെ പോയാലാണ് തോന്നുന്നുണ്ട് എനിക്ക് ഈ പറഞ്ഞ കഹോ വില്ലേജിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റുക. ഈ റോഡ് ആ റോഡ് ആണ്ടാ കിത്തു. ഈ റോട്ടിനാണ് നമ്മളൊന്ന് പോയി നോക്കുകയാണ്. ആണ്ടാ കഹോ അവിടെ കൊടുത്തിട്ടുണ്ട് കഹോ വില്ലേജ്. കഹോയിലേക്കില്ല, ഇവിടുത്തെ വീടുകളാട്ടാ. വീടുകള് അതെന്തോ ഒരു കടയാണ്, എന്തോ ഒരു ചെറിയൊരു കടയാണ്. പോകുന്ന വഴി നല്ല അടിപൊളിയാട്ടാ. ഇവിടെ മാത്രമേ ഇപ്പൊ ഒരു നിരപ്പായിട്ട് നല്ലൊരു ഏരിയ നിരപ്പായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന കടയാട്ടാ. നല്ല രസമുണ്ട്. അപ്പുറത്തന്നെ എന്താ ലോഹിത് റിവർ അതിലെ ഒഴുകി പോകുന്നു. ലോഹിത്തിനെ മുറിച്ച് കടക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാലം ഉണ്ട് എന്നാണ് അറിഞ്ഞത്. ആ പാലം എവിടെയാണ്? ആ പാലത്തുമ്പോഴാണ് നമുക്ക് എത്തേണ്ടത്. ഇതാണ് ആ പാലം അല്ലേ? അവിടുന്ന് ഒരു വണ്ടി കയറ്റും. ഒരു വണ്ടിക്ക് പോക്കടക്കുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു മാപ്പ്. പ്ലാനാണ് പ്ലാൻ 12 ടൺ വരെ കൊണ്ടുപോകാന്നാ പറയാം. ഇത് മിലിറ്ററി ഉണ്ടാക്കിയ പാലാണോ? ആണ് ഒരു പാലമാണിത്. ഞങ്ങൾ തന്നെ പാലം കയറി പോകാനാണ്. സൗണ്ടൊക്കെ അങ്ങനെ പാടില്ല. കിനിയാണ് സൗണ്ട്. ലോഹിത്ത് അതായത് മുന്നോക്കെ പലകയോ ആനയൊക്കെ അടിച്ചു വെച്ചു. ആനയൊക്കെ കേറോ മോനെ? ഇതൊരു 1.5 പാലം തന്നെ. ആണി കുത്തി കയറാവോ? ആണി അടിച്ചു വെച്ചാണേ. ടയർ പഞ്ചറായാലും അതും കൂടി കിട്ടണ്ടുള്ളൂ. ബാക്കിയൊക്കെ ആയിരുന്നു. പോകുന്ന വഴിയില് ഉള്ളൊരു വാട്ടർഫോൾ ആണ് അല്ലേ? അടിപൊളി വെള്ളച്ചാട്ടം. നല്ല ഭംഗിയല്ലേ? എന്താ ഇവിടെ പലക കിട്ടി അറിയില്ല. ആരെ ഇരുന്ന് കാണാനാ വെള്ളച്ചാട്ടം? അല്ലെങ്കിൽ ഇരുന്ന് കുളിക്കാം. ഇരുന്ന് കുളിക്കാം, അല്ലെങ്കിൽ ഇരുന്നാണ്ട് ഫോട്ടോ എടുക്കാം. അങ്ങനൊക്കെ കാട്ടാട്ടോ. കാല് നനയാതെ പോകാനാണെങ്കിലോ? കാല് നനയാതെ പോവാനും ആവാം. ഇന്ത്യയുടെ ഒരറ്റത്തുനിന്ന്, അതായത് നമ്മുടെ കന്യാകുമാരിയുടെ അങ്ങനെ തലക്കുന്ന് ഒരു ഇന്ത്യക്കാരന് റോട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയൊരു മറ്റൊരറ്റമാണ് ഈ ഒരു അറ്റം എന്ന് പറയുന്നത്. അതായത് ഇവിടെ അല്ല, കിബുത്തു ഈ ഒരു ഏരിയ. അതായത് നമ്മൾ ഇനി പോകുന്നത് ഇത് ശരിക്കും ബോർഡറിലേക്കാണ്. ഞാൻ നേരത്തെ രാവിലോട്ടേ പറയണ്ട് ഞാനത്. അപ്പോ നമ്മൾക്ക് റോട്ടിലൂടെ ഏറ്റവും അധികം ദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരറ്റത്താണ് ഞങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ്, വണ്ടൂരിൽ നിന്നാണ്.
പക്ഷെങ്കിൽ കന്യാകുമാരി ഒരാൾ യാത്ര ആരംഭിക്കുകയാണെങ്കിൽ ഓനിക്കിത് 4000 ചില്ലാൻ കിലോമീറ്റർ അങ്ങാണ്ട് വരും. അതേപോലെ തന്നെ കാശ്മീർ ടു നോക്കുകയാണെങ്കിൽ 3000 സംതിങ് ഉള്ളൂ. രോഹിത് റിവർ സംഭവം നമ്മളെ തൂക്കുപാലം പോയില്ലേ, അങ്ങനത്തെ ഒരുപാട് തൂക്കുപാലങ്ങളാണ് അവിടെ പലയിടങ്ങളിലും ഉണ്ട് അല്ലേ. പോകുന്ന വഴിയാണ് മക്കളെ, ഒരു രക്ഷയില്ലാട്ടാ. ഒരു വണ്ടി വന്നു കഴിഞ്ഞാല് കൊടുക്കാനുള്ള ഗ്യാപ്പ് ആർക്കും ഇല്ല. അപ്പോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മാറാനുള്ള ഗ്യാപ്പുകള് മനസ്സിലാക്കിയിട്ടൊക്കെ നിർത്തേണ്ടി വരും വണ്ടി. ഇപ്പൊ ഇവിടെ ഒക്കെ ഒന്ന് നിർത്തി കൊടുക്കാൻ വേണ്ടെങ്കിൽ അവിടെ നിർത്താം. ഇവിടെ അധികം വണ്ടികളൊന്നും ഇല്ല. അത് അധികം ഞാൻ പറഞ്ഞില്ലേ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല. അല്ലെങ്കിൽ ആസാം വണ്ടികളിലെ കുറെ വേണ്ടതാ, ഓരും കൂടി കാര്യമായ രീതിയിൽ കയറുന്നില്ല. ഇവിടെ ഇപ്പൊ ഇല്ല, തിരക്കില്ല. ഇവിടെ കമ്മിയാണ് ഇപ്പൊ. കഹോ വില്ലേജ് അല്ലേ, അഡ്മിനിസ്ട്രേഷൻ വെൽക്കം യു കഹോ വില്ലേജ്. അങ്ങനെ നമ്മൾ കഹോ വില്ലേജിലേക്ക് കയറി. അത് ചെറിയൊരു കവാടം. അതെ, ഇവിടത്തൊക്കെ വീടുകളുണ്ടെങ്കിൽ താഴത്തെ ഇതൊക്കെ കംപ്ലീറ്റ് ഷീറ്റാണ്, ഫുള്ള് ഷീറ്റുണ്ട്. മരമാണ് ചുമര്. ഇതുപോലെ തന്നെ ഇവിടെ തന്നെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഹോല്. വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ടെന്റ് അടിച്ച് നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഈ ഗ്രാമങ്ങളില് വില്ലേജുകളിൽ ഇവര് ചെയ്തു തരും. അതൊന്നും പ്രശ്നമല്ല. പിന്നെ ഹോം സ്റ്റേ കണ്ടവർക്ക് അത് ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് അത്തരം കേസുകളൊന്നും ഭയന്നിട്ട് ആരും വരാതിരിക്കണ്ട. ചൈനവരപ്പ ഞങ്ങൾ ഈ പാലത്തിന്റെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. അതായത് ഞങ്ങൾ ചൈന ബോർഡറിൽ പോയി, ചൈന ബോർഡറിലല്ല ഇന്ത്യ ചൈന ബോർഡറിൽ ചെന്നു. അപ്പൊ അവിടെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ഏരിയ ഒന്നും ഞങ്ങൾ അങ്ങനെ കാണിക്കൂല കേട്ടോ. ഞങ്ങൾ ഇവിടെ തിരിച്ചു പോവാണ്. ഇവിടെ നമുക്ക് അങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇവിടെ ഒരു ബൈനോക്കുലറിലൂടെ നോക്കാൻ വേണ്ടി പറ്റും ഒറ്റക്കെ പറഞ്ഞു നോക്കല്ലേ. അവിടെ കയറിയിട്ടില്ലേ. ഒരു ഇന്ത്യൻ പൗരന് വരാൻ പറ്റുന്നതിന്റെ അത്ര അറ്റത്തേക്കാണ് നമ്മൾ വന്നത്. അവിടെ വന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അതായത് നമ്മൾക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതിന്റെ അപ്പുറത്ത് ഫുള്ള് നമ്മുടെ ആർമിക്ക് മാത്രമേ പിന്നെ അങ്ങോട്ട് പെർമിഷൻ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ലോഹിത് റിവറിന്റെ സൈഡിലാണ് ഇന്ത്യ ചൈന ആർമികൾ തമ്മിലുള്ള മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുക. അതായത് നമ്മൾ കാണലുണ്ട്, ചില ന്യൂസൊക്കെ കണ്ടല്ലോ ഞങ്ങള്. അപ്പോൾ ഓരോ മീറ്റിംഗ് ഒക്കെ മാസത്തിൽ ഇപ്പൊ 2 മാസത്തിലായി ഇപ്പൊ മീറ്റിംഗ് കഴിഞ്ഞിട്ട്. ഇപ്പൊ അടുത്ത മീറ്റിംഗ് ഉണ്ടായി. നമ്മൾ നേരത്തെ ടിബിത്തൂല് പോയപ്പോ അവിടുത്തെ ആർമി ചേട്ടനോട് ചോദിച്ചിരുന്നു, സാറിനോട് ചോദിച്ചപ്പോ സാറ് പറഞ്ഞ ഇപ്പൊ 2 മാസമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇനി മീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിലേ മീറ്റിംഗ് ഒക്കെ ഉള്ളൂ. അല്ലാതെ എപ്പോഴെപ്പോഴും മീറ്റിംഗ് ഇതിനായിട്ട് വെക്കുക വെറുതെ മീറ്റിംഗ് ഒന്നുമില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മീറ്റിംഗ് ഉണ്ടാവും. അപ്പൊ പിന്നെ അവിടെ ആ ഒരു റിവറിന്റെ, അതായത് നമുക്ക് ഇവിടെ ഒക്കെ കാണിച്ചു തരുന്നതിലും വലിയൊരു വിഷയമുണ്ട്. അപ്പോ ഇത്ര നമ്മളുടെ ഒരു സുരക്ഷ നമ്മൾ തന്നെ തകർക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒന്നും കാണിക്കാത്തത്. പറയുമ്പോ ഇവിടെ നല്ല സുന്ദരമായ ഒരു സ്ഥലമാണ്. നല്ല സുന്ദരമായ ഒരു സ്ഥലം പറഞ്ഞ സുന്ദരമായ സ്ഥലമാണ്. അപ്പൊ ഇവിടെ അല്ല ഈ ലോഹിത് റിവറിൽ എവിടെയോ ആണ്, അതിലാണ് അവരുടെ ആ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചർച്ച ഉണ്ടാവല്. അങ്ങനെ ഞങ്ങൾ ഭൂട്ടാന്റെ ബോർഡറില്, പിന്നെ ബംഗ്ലാദേശ് ബോർഡർ, ഇത് ചൈന ബോർഡർ അടുത്ത് പോയി തൊട്ട് പോകുന്നു ഞങ്ങള്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ താഴത്തേക്ക് അങ്ങനെ ഇറങ്ങുവാണ് അല്ലേ. എന്താ അറിയില്ല, വണ്ടി മൂവ് ആവണില്ല വല്ലാതെ, ഭയങ്കരമായിട്ട് ഒരു പിടുത്തം വണ്ടിക്ക്. അപ്പോൾ ഞാൻ ക്ലച്ച് ഇന്നലെ കൂട്ടിയിരുന്നു കുറച്ച്, അപ്പോൾ അത് ഞാൻ വീണ്ടും കുറച്ചിട്ടുണ്ട്. പിന്നെ സോക്ക് അബ്സർവർ കേസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ കെട്ടി വെച്ചേക്കണം, അവിടെ പൊട്ടിച്ചാടി ഇവിടെ ഇതുമ്മ കെട്ടി വെച്ചേക്കണം. അയച്ചാൻ കിട്ടുന്നില്ല, അയച്ചാൻ കിട്ടുന്നില്ല. അപ്പോൾ അത്തരം കേസുകൾ വണ്ടീൻ്റെ കാര്യത്തിൽ നമുക്ക് സുഖം കിട്ടുന്നില്ല ചങ്ങായിമാരെ. എന്താ ചെയ്യുക, ഇതുപോലത്തെ സ്ഥലം നമുക്ക് ഏകദേശം 300ഓളം കിലോമീറ്റർ പോയാലേ നമുക്ക് മര്യാദയ്ക്ക് വർക്ക്ഷോപ്പ് തന്നെ കിട്ടുമോ. ഇവിടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവില്ല. വെള്ളം ചെക്ക് ചെയ്തു. ഡൈനാമോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ കേബിൾ പിന്നെയും പൊട്ടി. കേബിളല്ല, ആ ക്ലാമ്പ് ഉണ്ടല്ലോ നമ്മൾ വെൽഡ് ചെയ്ത്, അത് പിന്നെയും പൊട്ടി. ഞങ്ങൾ ഇപ്പോൾ കെട്ടി വെച്ചേക്കാണ്. അങ്ങനെയൊക്കെ ഓരോരോ സ്ലിപ്പ്, ഓരോരു എന്താ പറയുക, ഒരു സുഖം കിട്ടുന്നില്ല. ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. തിരിച്ച് നമ്മളെ പാലം വീണ്ടും കയറുവാണ്. ആരുമില്ല, ഇപ്പൊ ധൈര്യമായിട്ട് പോവാം.
ഇത് എന്താ നദി, അതായത് നമ്മളുടെ ലോഹിത് റിവറിന്റെ ഉത്ഭവം അങ്ങ് ചൈനയിലാണ്. ചൈനയില് ഇവന്റെ പേര് ലോഹിത് എന്നല്ല, ചൈനയിൽ എന്താ പേര്? ചായു റിവർ. ചൈനയിലെ പേര് ചായു റിവർ ആണ്. ചായു ഇന്ത്യയിലേക്ക് എത്തിയപ്പോ ലോഹിത് റിവർ ആയി. അത് പാറ്റം കിട്ടി ആനയൊക്കെ പൊളിഞ്ഞാടിക്കണേ, ആനയൊക്കെ തുറന്നിക്കണേ. അതാണ് അമ്മച്ചി. ആ ഒരു നദിക്ക് മേലെ കൂടെയാണ് നമ്മൾ പോകുന്നത്. കട കിട കുട കിടാറ സൗണ്ട് കാര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഈ പാലവും കഴിഞ്ഞു. റോഡ് പണി, അതിന്റെ ഇടയിൽ റോഡ് പണി നമ്മ സ്വീപ്പാക്കണ്ടേ. റോഡ് പണി ഇപ്പൊ ഇവിടെ അടച്ചിട്ടാക്കണേ, ഇവിടെ അടച്ചു. ഇനി 4:30 തുറക്കുള്ളൂ. 4:30 എന്ന് പറയണ ഇവിടുത്തെ ഇരുട്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നോടത്ത് നിൽക്കുക, അവിടെ നിന്നിട്ട് നാളെ രാവിലെ നേരത്തെ വിടണം. രാവിലെ നേരത്തെ വിടുക, അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രാത്രി ഇരുട്ടത്ത് വിടണം. നമ്മളെ വണ്ടിന്റെ കണ്ടീഷൻ കൂടി ഇതായതുകൊണ്ട് രാത്രി ഓടിക്കഴിഞ്ഞാല് അതൊരു സീനാണ്. നാളെ രാവിലെ ഒരു പണി തുടങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ പോകണം. വല്ലാത്തൊരു കഷ്ടം. ആവുമ്പോ എഴുതിയിട്ടുള്ള രാവിലെ 9 മണി തൊട്ട് 10 AM, പിന്നെ തുറക്കും. പിന്നെ 12:30 to 1:30 വരെ, പിന്നെ രാത്രിയാണ്. ചെങ്ങന്മാരപ്പം എന്തായാലും പെട്ടു എന്ന് പറഞ്ഞപ്പോ ഇന്ന് പോക്ക് നടക്കൂല. നമ്മൾ ഇന്നലെ നമ്മളെ ഒപ്പം ഉണ്ടായിരുന്ന സാറന്മാരുണ്ട് അവിടെ, അതുപോലെ തന്നെ അവരുടെ ട്രക്കും ഉണ്ട് അവിടെ. പക്ഷെ ഇന്ന് ഇവിടെ പുതിയ സാറന്മാരെ കിട്ടി. ഇവനെ ഇദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. ഉങ്ക പേരാണ് സാർ? ശങ്കർ പ്രേംചാന്ദ്. താങ്ക് യു സാർ. മൂപ്പർക്ക് ചെറിയൊരു മടിയുണ്ട് കേട്ടോ. എന്താണ് അപ്പോൾ ഈ സാറന്മാരൊക്കെ നമ്മുടെ വണ്ടി കണ്ടിട്ടും ഞങ്ങളെ കണ്ടിട്ടും നിങ്ങൾ ഇങ്ങനെയാണ് യാത്ര ചെയ്യണം, എങ്ങനെയാണ് യാത്ര ചെയ്യണം, യൂട്യൂബിൽ മാത്രം വരുമാനമുണ്ടോ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത്, അവർ ഭയങ്കര ക്യൂരിയോസിറ്റി ഇല്ലേ ഇദ്ദേഹത്തിന്. എന്താ പറയുക, ഈ സാറിന് നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ, പാലക്കാട്, തൃശ്ശൂരൊക്കെ വന്നിട്ടുണ്ടെന്നാണ് സാറ് പറയുന്നത്. പിന്നെന്താ, ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുകയാണല്ലോ. പിന്നെ NCC 21 to 23 2021 to 2023 ठीक है. NCC instructor. ഗുഡ്. അപ്പോൾ മൂപ്പര് അറിയണ ആരെല്ലാം ഉണ്ടാവും കേട്ടോ അല്ലേ? സാറിന് അറിയുന്ന ആരെല്ലാം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സാറ് എന്ന് പറയുന്നത് മൂപ്പര് തിരുവണ്ണാമലയിലാണ് അല്ലേ? തിരുവണ്ണാമല ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാ? പക്കത്തില്ല, കോവിൽ പക്കത്തില്ല. അവിടെയൊക്കെ നമ്മൾ ഒരുപാട് വട്ടം നമ്മളതിലൊക്കെ ഇറങ്ങി ഓട്ടോഷീറ്റ്. ഏതായാലും ഇവരെ കണ്ട സന്തോഷം. നമ്മളിന്ന് നിൽക്കാൻ പോകുന്നതാ അവിടെ ആ ഒരു വീടിൻ്റെ അവിടെയാണ്. അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്താലാ? കുക്ക് ചെയ്യാൻ കറിയൊന്നുമില്ല തന്നെ അല്ലേ? കറിയായിട്ടൊന്നുമില്ല. ഇവിടെ നിൽക്കാനല്ല, വേറെ നിവർത്തിയില്ല നമുക്കിന്ന്. നമ്മൾ അവിടെയാണ് നിൽക്കണമെന്ന് കരുതുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നില്ല, ഞങ്ങളിവിടെ ഈ തന്നെയാണ് പാലം. അപ്പോൾ നമ്മുടെ സാറന്മാരോട് പറഞ്ഞപ്പോൾ സാറന്മാർ പറഞ്ഞു ഇവിടെ നിന്നാൾ ചേർന്നു, ഇവിടെ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഒന്നുകൂടി സൗകര്യം അല്ലേ? കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഹോട്ടലും കൂടിയാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ അവിടെ കുക്ക് ചെയ്യുക ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ തമിഴ്നാട്ടിലുള്ള സാറും ഈ സാറന്മാരും പറഞ്ഞു ഇവിടെ പാർക്ക് ചെയ്തോളൂ, ഇവിടെ ഒന്നും യാതൊരു പ്രശ്നമല്ല, ഇവിടെ നിൽക്കണേ പ്രശ്നമല്ല. പിന്നെ ആ വീട്ടിലത്തെ ചേച്ചിയൊക്കെയാണ് ഇവിടുത്തെ ഈ റോഡിൻ്റെ കാര്യത്തിൽ വണ്ടികളെ തടഞ്ഞു നിർത്തുക, ഓരോരുത്തർ വാക്കി ടോക്കിയൊക്കെ ഉണ്ട്, വയർലെസ് അതിലൊക്കെ ഒരു സംസാരിക്കണം. ഞങ്ങളിവിടെ ചോറ് വെക്കണം, ചോറ് പിന്നെ ചോറ്റിലേക്ക് കറി വെക്കാൻ ഒന്നും കിട്ടിയില്ല. ഇവിടെ ചിക്കൻ ഉണ്ട്, പക്ഷേ എങ്കിൽ ചിക്കന് പാക്കറ്റ് ചിക്കനാണ്. പാക്കറ്റ് ചിക്കന് വരുന്നത് 1 കിലോന് 600 രൂപ അല്ലേ? അപ്പോൾ 1/2 കിലോന് ഇല്ലയാണ്, 1/2 കിലോനായിട്ട് ഇല്ലേനു. നമുക്ക് 1 കിലോന് വാങ്ങിയിട്ട് 2 ദിവസമൊക്കെ തിന്നാൻ വേണമെങ്കിൽ, പക്ഷേങ്കിൽ ഞങ്ങൾ വാങ്ങിയില്ല. ഇനിയിപ്പോൾ ഏതായാലും ഇന്ന് എല്ലാ തക്കാളിയും കൂട്ടിയിട്ടൊക്കെ അല്ലേ? കുറേ അങ്ങനെയും ചെയ്യും. ചെങ്ങന്മാരെ ഒന്നുമില്ലാന്ന് കരുതിക്കുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് കാണില്ല കുറച്ച് പോർക്കിറച്ചി കിട്ടിയത്, സ്വർഗം പോലെ. അപ്പോൾ ഞങ്ങൾ പോർക്കിറച്ചി കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലടാ? ഓക്കെ. നമ്മൾ ചിക്കൻ വെച്ചതുപോലെ തന്നെയാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ഇറച്ചിയിലേക്കുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് മസാലകൾ ഇട്ടിക്കണ്. ഇവിടെ വെളിച്ചെണ്ണ കൊക്ക് ചൂടാക്കി കൊണ്ടിരിക്കണ്. വെളിച്ചെണ്ണൻ്റെ ഒക്കെ ഒരു അവസ്ഥ അല്ലേ? ടൈറ്റ് എല്ലാ തീയതി. അപ്പോൾ ഇത് അന്നൊരു കുക്ക് ചെയ്യട്ടെടാ, ഇളക്കി മറിക്കട്ടെ. അതിൻ്റെ ചെങ്ങന്മാരെ നമ്മുടെ പോർക്ക്
റെഡി ആയിട്ടുണ്ട്. 4 കാലിൽ പോയി അല്ലേ? അതന്നെ 4 കാലിൽ പോയി. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയത് നമ്മുടെ സാധനം. മോനെ എന്താ ടേസ്റ്റ് ചെയ്ത് പറഞ്ഞ എന്താ അവസ്ഥ? തണുത്തിട്ടാണെങ്കിലേ അടിപൊളിയാണ്. ഓക്കെ അല്ലേ? പക്ഷേങ്കിൽ നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത ചില ഭാഗങ്ങളുണ്ട്. കാണിച്ചു തരാത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ വെക്കുന്നത് പോലെ തന്നെയാണ് മസാല കൂട്ടിയത്. എന്നിട്ട് നമ്മൾ നേരെ അടുപ്പത്തേക്കാണ് വെച്ചത്. ഇതിലത്തെ വെള്ളം കൊണ്ട് തന്നെ വേവിക്കാന്ന് എഴുതിയിട്ട്. പക്ഷേങ്കിൽ ആ വെള്ളം വറ്റിപ്പോയി അല്ലേ? അതുമ്പോൾ മാത്രം നമുക്ക് വെന്തിട്ടില്ല. നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടി വന്നു ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരിലൊക്കെ നമ്മളുടെ അനുകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഗ്രേവി ആയിട്ട് കിട്ടും. ഏതായാലും ഷെയറാണെന്നാണ് കുക്ക് പറഞ്ഞത്. ചെയ്യാം. ഞാൻ കഴിച്ചു നോക്കണോ? നന്നത് കൂടി ഒരു കൈ കൊണ്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതല്ലേ ബീഫ്? ബീഫല്ലേ അല്ലേ? നമ്മളത്തെ പരിമിതപ്പെട്ട സാധനങ്ങളേ ഉള്ളൂ, അത് വെച്ചുണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ അതിൻ്റെതായുള്ള ടേസ്റ്റ് ഇതുണ്ട്. കഴിക്കല്ലേ? നമ്മൾ ഇത്ര സാധനങ്ങൾ കഴിച്ചാലേ നമുക്ക് ഈ തണുപ്പിൽ പിടിച്ചിക്കാൻ വേണ്ടി പറ്റുമോ? ഞങ്ങൾ സത്യം പറയുന്നു ഉള്ളിയല്ല തക്കാളി മാത്രം വെക്കാതെ പരിപാടിയാണ്. വെക്കാള പരിപാടിയാ. അപ്പോൾ ഞാനത് പോയപ്പോഴാണ് ഇവിടെ നമ്മളെ തമിഴ്നാട്ടിലത്തെ സാറുണ്ടല്ലോ, മിലിറ്ററി, അദ്ദേഹം നമ്മോട് പറഞ്ഞത് ഇവിടെ സാറിൻ്റെ കൂടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നു പീടിയേക്ക്. തണുത്തിട്ടൊന്നും പറയാൻ. അപ്പോൾ അവിടുന്ന് സാറ് അവർ പറഞ്ഞതാണ് സാറിനോട് ഇവിടെ പന്നി ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഈ പന്നീൻ്റെ പേര് ഇവർ ലോക്കൽ ലാംഗ്വേജിലാണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല. പിന്നെ സാറാ പറഞ്ഞത് ഇവിടെ പന്നിയുണ്ട്, അങ്ങനെയാണ് ഈ പന്നി കിട്ടുന്നത്, അങ്ങനെയാണ് ഇത് നമ്മൾ കഴിക്കുന്നത്. ഇതിപ്പോൾ കുക്ക് ചെയ്ത് ഏതായാലും അടിപൊളി. ഞങ്ങൾ കഴിക്കട്ടെടാ. കഴിച്ചിട്ട് ബാക്കി കിടന്നുറങ്ങണം. ആ സെറ്റപ്പൊക്കെ നോക്കാം. ഓക്കെടാ ചങ്ങായിമാരെ, ഞങ്ങളങ്ങനെ കിടക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ കാണൂല ചിലപ്പോൾ. നമ്മളെ ലൈറ്റ് വേണ്ട, ഇപ്പോൾ ഓക്കെ. ലൈറ്റിൻ്റെ എർത്തിന് ചെറിയൊരു ലൂസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ആക്കണം. അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഏതായാലും ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ച് സെറ്റാണ്. വണ്ടിയുടെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നൊരു സാഡ് ദിവസമാണ്, സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞങ്ങൾ ഇന്നലെ കിടന്നുറങ്ങിയതൊക്കെ ഇന്ത്യയുടെ ഒരു അറ്റത്താണ്. ഒരു ബോർഡർ ഏരിയയിലാണ്, ഒരറ്റത്താണ്. പല ആളുകളും വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ അവിടെയാണ് ഇന്നായിട്ട് കിടന്നുറങ്ങിക്കൊണ്ട്. ചുറ്റുഭാഗം ആർമി ഓഫീസറിൻ്റെ ഇവിടെ ചുറ്റും നമ്മുടെ ആർമിയുടെ പ്രൊട്ടക്ഷനിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഡോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ നമ്മളുടെ ആ ഒരു തമിഴ്നാട്ടിലെ സാറ്, മിലിറ്ററി ഉദ്യോഗസ്ഥൻ സാറ്, അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം പറയാത്ത നമ്മുടെ അറിവിലുള്ളതാണ്. അവിടെ പുലർച്ചെ, അതായത് ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്ന സ്ഥലം, ഫസ്റ്റ് സൂര്യരശ്മികൾ വന്ന് പതിക്കുന്ന സ്ഥലം അത് ഇവിടെയാണ്. ഇവിടെ ഞങ്ങൾ കിടക്കുന്നവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് അതുള്ളത്. അവിടേക്ക് നമുക്ക് ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മല കയറിയിട്ട് വേണം നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി പോവാം. ഞങ്ങൾ പക്ഷേങ്കിൽ ഇന്ന് ഞങ്ങൾ ട്രക്ക് ചെയ്തില്ല. കാരണം ഇന്ന് രാവിലത്തെ കാലാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ടും കാലാവസ്ഥയൊക്കെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ കയറാഞ്ഞത്. പിന്നെ അത് കാലാവസ്ഥയെ അതുപോലെ തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. എല്ലാ ടൈമിലും നമുക്കത് കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നമ്മൾ വന്ന ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കറിയാം മഴയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നൊക്കെ ആയിട്ട് നല്ല മഞ്ഞും കോടയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ട്രക്കിങ് ഒഴിവാക്കിയതില്ല. എന്നാണെങ്കിൽ ട്രക്കിങ് ഏറെക്കുറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ. ഏത് ട്രക്കിങ്ങും ഞങ്ങൾ ഒഴിവാക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുക്കാഞ്ഞത്. പിന്നെ മാത്രമല്ല മൊത്തത്തിൽ സാഡാണ്. വണ്ടീൻ്റെ വിഷയത്തിൽ കുറച്ച് ഒരു മനോവിഷമത്തിലാണ് ഞങ്ങൾ. നമുക്ക് വണ്ടിയും കൂടി ക്ലിയറായി നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുമ്പോഴാണ് സുഖമുള്ളൂ. അതെ, ഈ യാത്ര മനോഹരമായി തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയായിട്ട് നമുക്ക് പറയാം അതിന് സാധിക്കുന്നില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.